ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പോത്തൻകോട് നടന്ന ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഏകദേശം ഒരു 8 മണിയായി അവിടെ എത്തിയത്. അതിനുശേഷം ഒരുപാട് ലേറ്റായിട്ടാണ് വീടെത്തിയ. ഒരുപാട് കാണാനുണ്ടായിരുന്നു. എല്ലാ ഫെസ്റ്റും പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. കയറുമ്പോൾ തന്നെ എൻട്രി ഫീസ് എടുക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരാൾക്ക് 100 രൂപ ടിക്കറ്റാണ് എടുക്കേണ്ടത്. +2 വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജൊന്നുമില്ല. ഒരു തവണ എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു തവണ കൂടെ വരാം. അങ്ങനെ മൊത്തം 2 തവണ നമുക്ക് ഇവിടെ വരാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകളായിരുന്നു കൂടുതലും. ഇതാണ് നക്ഷത്രവനം. ഫസ്റ്റ് ഇങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്. അതിനുശേഷം കുറച്ച് നാടൻ പശുക്കളെയൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടുള്ളത് കൊണ്ട് കുറേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ, അതായത് കുറേ പ്രതിമകൾ, കോഴി, പൂച്ച, കൊക്ക്, അങ്ങനെ കുറേ നല്ല നല്ല പ്രതിമകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഫോട്ടോ സെക്ഷൻ എടുക്കേണ്ട സ്ഥലത്തൊന്നും നിന്നില്ല. അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ നടന്നു പോവുകയാണ്. സൈഡിൽ ഒട്ടകവും കുതിരയും ഒക്കെ ഉണ്ട്. അതിൽ കയറണമെങ്കിൽ അതിൽ കയറാം. അതിനൊക്കെ പ്രത്യേകം ചാർജാണ്. നമ്മളതിലൊന്നും കയറിയില്ല. അതിനുശേഷം പാർക്കിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ സ്റ്റേജിൽ നല്ല സൂപ്പർ ഒരു കൈകൊട്ടികൾ നടക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ടാണ് പോയത്. പിന്നെ നമ്മൾ പോയത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ്. അവിടെ ക്യാമറയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ പഴയ ടിവിയും പിന്നെ ക്യാമറയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റാള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവർ ഷോ ആയിരുന്നു. ഇഷ്ടം പോലെ ഫ്ലവറുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. പലതരം ചെടികളും പലതരം ഒരേ മോഡൽ ചെടിയിൽ തന്നെ പലതരം കളറുള്ള ചെടി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെടികളായിരുന്നു. അടിപൊളിയായിരുന്നു ചെടികളൊക്കെ കാണാൻ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. ആ വള്ളമൊക്കെ ഇലയും പൂക്കളും ചെടികളും കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ നടന്ന് ഒരുപാട് വന്നു. ഭയങ്കരമായിട്ട് നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നടന്നു പോകുന്നതിൽ തന്നെ താഴെ അവിടെ ഇറങ്ങണമെങ്കിൽ നമ്മളിനി വേറെ കുറേ ഭാഗം കവർ ചെയ്ത് കടന്നു വന്നാലേ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു പാർക്ക് പോലെ, ജിറാഫും ആനയും ടൈഗർ, അങ്ങനെ കുറേ ഇതും നല്ല രസമായിരുന്നു. ആ പാറയിൽ തന്നെ നിറയെ കൊക്കുകളുടെ പ്രതിമ കൊണ്ട് വെച്ചിരുന്നത്. അത് ഒരു വെറൈറ്റി ആയിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇതൊക്കെ കണ്ട് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു വലിയ കുളമാണ്. ആ കുളത്തിൽ വെള്ളച്ചാട്ടം പോലെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കുളം. അതും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സ്ഥലം എടുത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് അവർ. ഇനിയും നവംബർ 10 വരെ ഉള്ളത് കൊണ്ട് ഇനിയും ചിലപ്പം എന്തെങ്കിലും സ്റ്റാളുകളോ ഏതെങ്കിലും പുതിയ വെറൈറ്റി ആയിട്ടുള്ള പാർക്കുകളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും. ഇത് നമ്മൾ തുടങ്ങി 3-ാമത്തെ ദിവസം കണ്ടെയാണ് ഇത്. അപ്പോൾ ഇപ്പോഴും അവിടെ സ്റ്റാള് വരാൻ വേണ്ടിയുള്ള പണികൾ നടക്കുന്നുണ്ട്. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് പെറ്റ്സ്, മീനുകൾ ഒക്കെ ഇരിക്കുന്ന വേറൊരു സ്റ്റാളിലേക്കാണ്. അങ്ങനെ പലതരത്തിലുള്ള മീനൊക്കെ കണ്ടു. ഒരുപാട് വെറൈറ്റി മീനുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ മത്സ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് പെറ്റ്സുകളാണ്. ഇത് ഒരു ഇനം ആട്ടിൻകുട്ടി, ഇത് യമു, അങ്ങനെ കുറേ വെറൈറ്റി മീനുകളെയൊക്കെ കണ്ടിട്ടുള്ള നടത്തമാണ്. മീനുകളാണ് ഒരുപാട് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വരാനുണ്ട്. ഇത് എലി, അണ്ണാൻ, അങ്ങനെ പലതരം എലികൾ, പലതരം അണ്ണാൻ, അങ്ങനെയുള്ളതിനെയൊക്കെയാണ്
ഈ സെക്ഷനിലിട്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പക്ഷികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ലവ് ബേഡ്സും നല്ല നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു. അത് മുയലാണ്. മുയലിനെയൊക്കെ അവർ പെറ്റ് ഷോയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പൂച്ച ഉണ്ടായിരുന്നു, പിന്നെ കോഴി, അങ്ങനെ ഒരുവിധമുള്ള പെറ്റ്സുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് മറ്റൊരു സെക്ഷൻ ഇതേപോലെ കോഴിയും കിളികളൊക്കെ ആയിരുന്നു. അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ കുറേ പേര് പാമ്പിനെയൊക്കെ തോളത്തെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരുമാതിരി നമുക്ക് തോന്നിയുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആ സെക്ഷനിലോട്ട് പോകാതെ നമ്മൾ പകുതിയായപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ ഫർണിച്ചറുകൾ, പിന്നെന്താ, പിന്നെ ടോപ്പുകൾ, പിന്നെ ഗ്ലാസ് ഐറ്റംസ്, ഫാൻസി, അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അച്ചാറ്, പിന്നെ ബുക്കുകൾ, കുട്ടികൾക്ക് കളറടിക്കാനും അതിൻ്റെയൊക്കെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അതിനകത്ത് ഞാൻ അവിടെ പോയി കുറേ പർച്ചേസ് ചെയ്തു. എന്ന് വെച്ചാൽ വളയും മാലയും കമ്മലും ഒന്നും അല്ല, നമ്മൾ മറ്റേ പഴയ കാലത്തെ കുറേ മുട്ടായികളുണ്ടല്ലോ, അങ്ങനത്തെ കുറേ മുട്ടായി സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 7ലും 6ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കഴിച്ച മുട്ടായികൾ കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ അത് എല്ലാം വാങ്ങിക്കണം തോന്നി. ഞാൻ കുറേ അങ്ങ് വാങ്ങിച്ച്. പക്ഷെ നല്ല എമൗണ്ട് ആയതുകൊണ്ട് കുറച്ചധികം തിരിച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ കുറച്ച് എടുത്തോളൂ. പക്ഷേ ഒരുപാട് നമ്മളെ പഴയ കാലത്തെ മുട്ടായികൾ, അതായത് സിഗരറ്റ് മിഠായി, പിന്നെ പൈസ മിഠായി, പിന്നെന്താ, ജോക്കർ, അങ്ങനെ കുറേ ഐറ്റം മിഠായികളുണ്ടല്ലോ. ആ മിഠായികൾ കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ മറ്റേ ആ പഴയ ഓർമ്മകളായത് കൊണ്ടാണ് പെട്ടെന്ന് അതൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത്. പക്ഷേ അത്രയും കഴിച്ചിട്ട് അത്രയും അങ്ങനെ ആ സെയിം രുചിയൊന്നും ചില മിഠായിക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ അതുപോലെ തോന്നിയത് പൈസ മിഠായി, ജോക്കർ, സിഗരറ്റ് മിഠായി, അതൊക്കെ ആ പഴയ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ പുളിമിഠായിയൊന്നും ആ പഴയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ മിഠായികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ എനിക്ക് ഏകദേശം ഒരു 5-6 പാക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ തന്നെ 250 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി. അങ്ങനെ 160 രൂപയ്ക്ക് കണ്ടേ ഞാൻ വാങ്ങിയുള്ളൂ. പിന്നെ കുറച്ച് ചേച്ചിയും കൂടെ വാങ്ങിച്ചു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് തിരിച്ചു കൊടുത്തത്. അപ്പം ഞാൻ വാങ്ങിക്കാത്ത ഐറ്റം അവൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. ഇനി ഞാൻ പോകുന്നത് നമ്മൾ മുകളിലോട്ട് കുറേ വേറെ പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ്. ഇതാണ് ഹാപ്പിനെസ് പാർക്ക്. ഇത് കുട്ടികൾക്കുള്ള പാർക്ക് പോലെ കുറച്ച് പ്രതിമയും കാര്യങ്ങളും, മീനും, ചൂണ്ടയിടാതിരിക്കുന്ന ആൾ, അതൊക്കെ എല്ലാ ഫെസ്റ്റിനും നമ്മൾ കാണുന്നത് തന്നെയാണ്. അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്കൊന്നും ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അവർ കൊണ്ടുവരുമെന്ന് അറിയത്തുമില്ല. സാധാരണ ഫെസ്റ്റിനൊക്കെ കാണുന്നത് തന്നെയാണ് ഇവിടെയും കണ്ടത്. കുട്ടികൾക്ക് കാണാനുള്ളത് ആണ് ഇവിടെ കൂടുതലും ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു വെറൈറ്റി ഒന്നും കണ്ടില്ല. എനിക്ക് ഈ മരത്തിൽ ലൈറ്റ് ഇട്ടേക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ഗുരുവിൻ്റെ പർണ്ണശാലയിലേക്കുള്ള പോക്കാണിനി. അത് നമ്മൾ ഒരുപാട് നടന്ന് ലാസ്റ്റാണ് പർണ്ണശാലയിൽ എത്തുന്നത്. ആദ്യമേ പർണ്ണശാല കണ്ടെങ്കിൽ ഇത്രയൊന്നും ആരും നടന്ന് കാണില്ല, അപ്പോഴേ കയറി പോയേനെ. അതിന് ഫ്രണ്ടിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിനുശേഷം അവിടെ അടുത്തൊരു കുളമുണ്ട്, അതൊക്കെ പോയൊന്ന് നോക്കി. അതിനുശേഷം നമ്മൾ പർണ്ണശാലയ്ക്ക് അകത്തേക്ക് കയറാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കയറാൻ. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ സൈഡിൽ പടികളിൽ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. അതായത് നമ്മൾ കാല് നനച്ച് വൃത്തിയാക്കിയിട്ടാണ് അകത്ത് കയറാനുള്ളത്. അതുവഴി കറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് പർണ്ണശാലയ്ക്കുള്ളിൽ എത്താൻ പറ്റൂ. ആ പടി കയറി അവരെ ഓഫീസിനകത്തൂടെയാണ് പോകാനുള്ളത്. ഇതാണ് കയറി പോകേണ്ട ഭാഗം.
അതുവഴി പോകുമ്പം ഗുരുവിൻ്റെ വചനങ്ങൾ ഒരു സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അവരുടെ ഓഫീസിൻ്റെ എൻക്വയറിയും സമർപ്പണം. അതായത് നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവിടെ എൻക്വയറിയിൽ ചോദിക്കാം. അവർക്ക് നമുക്ക് എന്തെങ്കിലും ആ ട്രസ്റ്റിന് വല്ലതും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സൈഡിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് കയറി. ഗുരു ആദ്യം താമസിച്ചിരുന്ന പർണശാല എന്ന് പറയുന്ന ഒരു രൂപരേഖ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അത്. അതും കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് പോയി. ഇതാണ് പർണശാലയ്ക്ക് അകത്തെ കാഴ്ചകൾ. നമുക്കിതിന് ഉള്ളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ അതായത് ഇതിന് സൈഡിനൂടെ ഉള്ള വഴികളിലൂടെ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കണ്ട് നമുക്ക് കടന്നു പോകാം. അല്ലാതെ നമ്മൾ അതിനുള്ളിലേക്ക് ഇവർ കടത്തി വിടില്ല. അതിനടുത്തായിട്ട് തന്നെ ഒരു പ്രാർത്ഥനാ ഹാളുണ്ട്. അതിനകത്തേക്കും അങ്ങനെ ഇന്നിനി അല്ലാതെ ചെന്നാൽ കടത്തി വിടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് അങ്ങോട്ടൊന്നും പ്രവേശനം ആർക്കും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രാർത്ഥനാ ഹാള്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഒരു വഴിയുണ്ട്. അതുവഴിയാണ് എല്ലാവരും അവർ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ മണി ഏകദേശം 11-11:30 മണി കഴിഞ്ഞു. എന്നിട്ട് തന്നെ ഗുരു സഞ്ചരിച്ച വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവർക്കും വിശക്കുന്നു, ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ ഇതുവഴി നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മളൊരു പുറത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് 12:30-1 മണിയായി വീടെത്തിയപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. ഓക്കെ, ബൈ.